ഒരു നല്ല കാര്യം സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് സമ്മതിക്കൂല. ഒരുപാട് പ്രശ്നങ്ങളും പറഞ്ഞ് അപ്പോൾ വരും. സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളാണെന്നിരിക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടി കൊടുത്താൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഗവൺമെന്റ് പഠിക്കണം എന്നാണ് ഞങ്ങൾ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. ഉപദ്രവമല്ലല്ലോ, ഒരു ഉപകാരമല്ലേ. എന്തായാലും മുഖ്യമന്ത്രി ആയി ചാർജ് എടുത്തതിന് ശേഷം ഞങ്ങൾ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പുതുതായി ചാർജ് എടുക്കുന്ന ഗതാഗത മന്ത്രിയെയും ഞങ്ങൾ നേരിൽ കണ്ട് ഞങ്ങളുടെ ആശങ്കകൾ അവരുമായിട്ട് പങ്കുവയ്ക്കും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവർ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ജൂൺ 15 മുതൽ ഇത് ആരംഭിക്കുന്നു പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് ആരംഭിക്കട്ടെ. ആരംഭിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ വരുമെന്ന് നോക്കാം. ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്ന കാര്യമല്ലേ, ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലല്ലോ. ബിസിനസ്സുകാരായ ചില ബസ് ഓപ്പറേറ്റേഴ്സിന് ബുദ്ധിമുട്ടായാലും അതങ്ങോട്ട് സഹിക്കുക. ആകെ എന്താണ് ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലാത്ത പോലെയാണ്. ഒരു വശത്ത് മെയ് 15 മുതൽ തന്നെ ഞങ്ങൾക്ക് ഫ്രീ കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടി, വേറൊരു വശത്ത് ബസ് ഓപ്പറേറ്റേഴ്സ്, അതായത് ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അത് പിൻവലിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ കുറെ പ്രസ്താവനകൾ. പ്രൈവറ്റ് ബസ്സിൽ പോകേണ്ടവർ പ്രൈവറ്റ് ബസ്സിൽ പോകും, KSRTC ബസ്സിൽ കയറേണ്ടവർ KSRTC ബസ്സിൽ കയറും. KSRTC ബസ്സിൽ മാത്രം സഞ്ചരിക്കുന്നവരുണ്ടല്ലോ, ചില ആൾക്കാരുണ്ട്. KSRTC ബസ് കണ്ട ആ വഴിക്ക് പോകാത്തവരുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ സൗജന്യം കൊടുത്താൽ ഞങ്ങളുടെ ബിസിനസ് കുറയുന്നൊക്കെ പറയുന്നത് ഒരുമാതിരി മൂരാഴ്ച തരമല്ലേ. അതൊക്കെ എന്താ പറയാ, ഞാനായിട്ടൊന്നും പറയണില്ല. അത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരൊക്കെ പറഞ്ഞോളും, അതിനുള്ള പ്രതിവിധി കണ്ടോളും. ഓ, ഭയങ്കര കാര്യമായി പോയി. KSRTC ഇനി നഷ്ടത്തിലേക്ക് വരുന്നു. അപ്പൊ KSRTC ഇപ്പൊ നഷ്ടത്തിലല്ലേ, കുറച്ച് ജനങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. സ്ത്രീ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല അതിന്റെ ഗുണം, എല്ലാവരും ജോലിക്കാരൊന്നുമല്ലല്ലോ. അപ്പൊ സ്ത്രീകൾ സഞ്ചരിക്കുമ്പോഴും സ്ത്രീകൾക്കുള്ള കാശ് കൊടുക്കുന്നത് ജോലി ഇല്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ ഒന്നുകിൽ അവരുടെ മക്കളോ സഹോദരങ്ങളോ ഭർത്താവോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അവർക്ക് സഞ്ചരിക്കാൻ പൈസ ആവശ്യമില്ലെങ്കിൽ ഈ പൈസ ഒക്കെ ഇവരുടെ കയ്യിലിരിക്കുമല്ലോ. ഒന്നുകിൽ അവർക്ക് കൊടുത്ത് അവരുടെ പോക്കറ്റ് മണി ആയിട്ട് അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊടുക്കുന്ന ആരാണോ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പൊ ലാഭം പലതരത്തിലുണ്ടല്ലോ. ഏത് ബിസിനസ് ആയാലും നമ്മൾ നഷ്ടം സഹിച്ച് ഒരുപാട് നാൾ മുന്നോട്ട് പോകില്ല. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല ആത്മാർത്ഥത വേണ്ടത്, ആ ബിസിനസ്സിൽ പങ്കാളികളാവുന്ന അവർക്കും കുറച്ച് ആത്മാർത്ഥത വേണം. ഏത് സർക്കാരായാലും ആ സർക്കാർ ഒരു പ്രിവിലേജ് ഈ സ്ത്രീകൾക്ക് കൊണ്ടുവരുമ്പോൾ അത് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മുന്നിട്ടിറങ്ങരുത്. ആ പ്രിവിലേജ് കാത്തു സൂക്ഷിക്കണം, നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപകരിക്കണം എന്നുള്ള രീതിയിൽ വേണം അത് ഉപയോഗിക്കാൻ. അപ്പം ചിലപ്പോൾ നിലനിൽക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസെഷൻ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്റ്റുഡൻസിന് കൺസെഷൻ ഉള്ളത് എവിടെക്കാ? അവർക്ക് പഠിക്കാൻ പോകാനും തിരിച്ച് വീട്ടിലേക്ക് വരാനുമാണ്. അല്ലാണ്ട് പിന്നെ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ലോകം മുഴുവൻ കറങ്ങാനുള്ള കൺസെഷൻ ഇല്ലല്ലോ. അതുപോലെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡം ഉണ്ടാകണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണ്ടേ, നമ്മുടെ സ്റ്റേറ്റ് വളരണമല്ലോ. അല്ലാണ്ട് സ്റ്റേറ്റ് നശിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എവിടെ പോകാനും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അങ്ങനെ ഒരു വാശി പിടിക്കാൻ പാടുണ്ടോ? സ്ഥിരം ജോലിക്ക് പോകുന്ന ഒരാൾ, ഒരു സ്ത്രീ, അതായത് അവരുടെ കയ്യിൽ നിന്ന് സ്ഥിരം കുറച്ച് പൈസ യാത്രക്കായിട്ട് ചിലവാകും. അത് അവർക്ക് മിച്ചം വെച്ചുകൂടെ? ഏത് ബസ്സിലും എപ്പോൾ വേണമെങ്കിലും ഓടിക്കയറാന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ലല്ലോ. പിന്നെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാമെന്ന് എന്ന് പറയണം. ഓക്കെ, യാത്ര ചെയ്യാം. അത് ഈ പറഞ്ഞ സ്വിഫ്റ്റ് ബസ്സിലും സൂപ്പർ ഫാസ്റ്റ് ബസ്സിലും തന്നെ സഞ്ചരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓർഡിനറി ബസ്സുകളുണ്ടല്ലോ, അതിൽ സഞ്ചരിച്ചോ. അല്ല, ഇതിപ്പോൾ എങ്ങനെയാണ് നിയമം വരിക, എങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ വരാമെന്നൊന്നും എനിക്കറിയില്ല. നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? അവർ മന്ത്രിസഭ രൂപീകരിച്ചിട്ടല്ലേ ഉള്ളൂ. 2-3 കാര്യങ്ങൾക്ക് മാത്രമേ അവരൊരു തീരുമാനം എടുത്തിട്ടുള്ളൂ. ഒന്ന്, ഈ ഗൺമാൻ്റെ വിഷയം അന്വേഷണം, പിന്നെ ആശമാരുടെ വിഷയം, പിന്നെ ഈ പറഞ്ഞ ജൂൺ 15 മുതൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. നശിപ്പിക്കല്ലേ അപ്പോഴേക്കും ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും നിങ്ങളുടെ പ്രൈവറ്റ് ബസ്സിൽ തന്നെ കൊണ്ട് കയറ്റി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുമോ? നിങ്ങൾക്ക് ആവശ്യമുള്ള യാത്രക്കാരെ നിങ്ങൾക്ക് കിട്ടും. അതില്ലെങ്കിലല്ലേ എത്രയോ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് നിർത്തിപ്പോണം. ഇനിയിപ്പോൾ അത് പൊളിയുകയാണെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ലാതെ എന്താ പറയുക, എത്രയോ ആൾക്കാർ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു പ്രശ്നം വരും എന്നും പറഞ്ഞ് ഇപ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയാലോ, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലോ? സാധാരണക്കാർക്കും ജീവിക്കണ്ടേ, പൈസ ഇല്ലാത്തവർക്കും യാത്ര ചെയ്യണ്ടേ? ഒന്നാമത്തെ കാര്യം, ഇത് എവിടം വരെ പോകുന്നു പോലും അറിയില്ല. ഇത് നല്ല രീതിയിൽ വലിയ നഷ്ടമില്ലാതെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാലേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു സാവകാശം കൊടുക്ക്. ഉപദ്രവമല്ലല്ലോ, ഒരു ഉപകാരമല്ലേ.